ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആൾ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് പൗർണമിയാണ്, ഫുൾ മൂൺ ഇൻ ലിബ്ര ആണ്. അപ്പോൾ ഈ ഒരു പൗർണമി സമയത്ത് നമ്മളെപ്പോഴും നമ്മളിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട എനർജീസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഏതൊക്കെ എനർജീസ് ഉണ്ട്, എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തി അത് ഈ പൗർണമി ദിവസങ്ങളിൽ റിലീസ് ചെയ്യുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എനർജീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഉപേക്ഷിക്കേണ്ടത്, ഏതൊക്കെ എനർജീസിനെയാണ് റിലീസ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തംബ്നെയിലത്തെ 3 ചിത്രങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളിൽ ഏതെങ്കിലും ഒന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നതിനായിട്ട് തിരഞ്ഞെടുക്കാം. ഇൻഡ്യൂറ്റീവ്ലി വേണം നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന മെസ്സേജുകൾ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻഡ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1 നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഫുൾ മൂൺ ലിബ്രയിൽ ഉള്ള ഫുൾ മൂൺ, അതിന് പിങ്ക് മൂൺ കൂടെയാണ് പറയാം. അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ ലിബ്രയിൽ നിങ്ങൾ എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. The King of Wands. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിബ്രയിലാണ് ഇപ്രാവശ്യത്തെ ഫുൾ മൂൺ. അപ്പോൾ ലിബ്രയിൽ എപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥത്തിനൊക്കെയാണ് കൂടുതലായിട്ടും ഈ ലിബ്ര സോഡിയാക് സൈൻ അസോസിയേറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ എനിക്ക് കിട്ടുന്നതും ഈ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെയായിരിക്കും, അതാ ഉദ്ദേശിച്ചത്, അതുകൊണ്ടായിരിക്കും, ഇങ്ങനെയായിരിക്കും, നിങ്ങളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പകരം നിങ്ങളായിട്ട് ചിന്തിച്ചു കൂട്ടുകയാണ്. ഓക്കെ, ആ ലാക്ക് ഓഫ് ക്ലാരിറ്റീനെ മാറ്റാനല്ല ശ്രമിക്കുന്നത്, പക്ഷെ അതൊന്നും കൂടെ കൂട്ടുന്നതിനാണ് നിങ്ങളുടെ ആ ഒരു ടെൻഡൻസി വഴിവെക്കുന്നത്. ഓക്കെ, ആ ഒരു ടെൻഡൻസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ആ ഒരു രീതി നിങ്ങൾ മാറ്റണം. കാരണം അത് ഒരുപാട് നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനും കൂടുതൽ വഴക്കുകൾ ഉണ്ടാകുന്നതിനും കാരണമാകും. ഓക്കെ, അപ്പൊ അവിടെ അതിന് പകരം വളരെ ആത്മവിശ്വാസത്തോടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡയറക്റ്റ്ലി ചോദിക്കുക. ഇതാണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് വേണം, ആ ഒരു ആരോടാണോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആരോടാണോ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ തുറന്നു പറയേണ്ടുള്ളത് അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഏതൊരു ബന്ധത്തിലാണുള്ളത് അവരോട് നിങ്ങൾ തുറന്നു പറയാം. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, അവരൊരു രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ, അവര് പെരുമാറിയപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, എത്രത്തോളം ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അത് അത്രത്തോളം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഒരു സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടെൻഡൻസി, അതായത് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ, ഒരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കാതാവുമ്പോൾ നിങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി അതാണ് ശരി എന്ന് വിചാരിച്ച് അതിന്റെ പുറത്ത് നിങ്ങൾ ആക്ട് ചെയ്യുന്ന ആ രീതി നിങ്ങൾ മാറ്റിയെടുക്കണം. അത് നിങ്ങൾക്ക് കൂടുതൽ അസ്വസ്ഥതകളാണ് ഉണ്ടാക്കുക. പകരം വളരെ ആത്മവിശ്വാസത്തോടെ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുക. നിങ്ങളായിട്ട് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തുടക്കം വെക്കുക. ഓക്കെ, നിങ്ങളാണ് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കാണ് ക്ലാരിറ്റി വേണ്ടെങ്കിൽ നിങ്ങളാണ് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അവരെന്നോട് പറയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയല്ല വേണ്ടത്. നിങ്ങളായിട്ട് പോയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ അവരോട് പറയാം, എനിക്ക് ഇതിന്റെ ഒരു ക്ലാരിറ്റി വേണം, എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് സംസാരിക്കുക. അങ്ങനെ ഓപ്പൺ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക. അപ്പൊ ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും മാറ്റിയെടുക്കണം. ഓക്കെ,
കാര്യങ്ങളെ വളരെ മെച്ചോറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറയുന്നു. ഇമ്മെച്ചോറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു രീതി നിങ്ങൾ ഒട്ടും അത് ഫോളോ ചെയ്യരുത്. അത് നിങ്ങൾക്കും നല്ലതല്ല, നിങ്ങളുടെ ബന്ധങ്ങൾ നന്നായിരിക്കുന്നതിനും അത് തടസ്സമായിട്ട് നിൽക്കും. പിന്നെ നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, ഒരു വിശ്വാസമാണ്. അതായത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. കാലങ്ങളോളം കഷ്ടപ്പെട്ടാലേ സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇതുവരെ റിസൾട്ട് കണ്ടിട്ടില്ല, നിങ്ങൾ വിചാരിച്ചത് റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ എന്തോരം ഞാൻ കഷ്ടപ്പെട്ടതാണ്, ഒരു റിസൾട്ടും ഇല്ല. പക്ഷെ എന്നാൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ടാകില്ല. പക്ഷേ ചെറിയ ചെറിയ രീതിയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യൂ. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഒരു ജീവിത രീതി എങ്ങനെയായിരുന്നു, എക്സ്പെൻസസ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഈ വർഷം അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ പുരോഗതി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പ്രോഗ്രസ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പലപ്പോഴും ഉണ്ടാകുന്ന പുരോഗതികൾ വളരെ സട്ടിലായിരിക്കും, വളരെ ചെറുതായിരിക്കും. ഓക്കെ, പക്ഷെ അത് അറിയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിരീക്ഷിക്കണം. അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ ഒരു പ്രോത്സാഹനം ഉണ്ടാവില്ല, അല്ലെ? നമുക്കപ്പോൾ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല എന്നൊരു തോന്നലും ഒരു നിരാശയൊക്കെയാണ് വരിക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാലും ഈ ഒരു കഷ്ടപ്പാട് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മുൻപ് കഷ്ടപ്പെട്ട അവസരങ്ങളെ കുറിച്ചും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമം ഏറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് നിങ്ങൾ ആ പാസ്റ്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കും. ഓക്കെ, ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അത് റെഡി ആണെങ്കിൽ പോലും നിങ്ങൾ അതിനോട് അലൈൻഡ് ആകില്ല. അപ്പൊ അത് നടക്കില്ല. അപ്പൊ എന്താണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളോട് ക്ഷമ കാണിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് അത് എന്താ പറയാ, ആലോചിച്ചറിയാം, ഒരു ഒറ്റ രാത്രി കൊണ്ട് അത് സംഭവിക്കില്ല എന്നുള്ളത്. ഓക്കെ, അത്രയും ഒരു ഹയർ സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് വളരെ ഒരു ഹയർ സ്റ്റാറ്റസിലേക്ക് മാറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല. അത് ഗ്രാജുവലി ആണ് സംഭവിക്കുക. ഓക്കെ, പക്ഷെ അത് ഗ്രാജുവലി സംഭവിക്കണമെങ്കിൽ, ആ പ്രോഗ്രസ് കൂടുതൽ സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യലി സാമ്പത്തികമായിട്ടുള്ള പുരോഗതി അത് വളരെ ചെറുതാണെങ്കിൽ പോലും അതിനെ നമുക്ക് കണ്ടെത്താനും അതിനെ അക്നോളജ് ചെയ്യാനും അതിനോട് യൂണിവേഴ്സിന് നന്ദി പറയാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് കൂടുതൽ സാമ്പത്തിക പുരോഗതിയും ഉന്നതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഭാഗത്തില്ല. നിങ്ങളിങ്ങനെ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെടണം എന്നാലും നടക്കുന്നില്ല, എന്തോരം കഷ്ടപ്പെട്ടതാണ്, പിന്നെ മറ്റുള്ളവരായിട്ട് ലൈഫ് കമ്പയർ ചെയ്യാം, അവർക്ക് എന്താ നോക്കൂ, അവർക്ക് ഭയങ്കര ഉന്നതിയായി, നമുക്കൊന്നും അങ്ങനെ ആയില്ല, എന്തോരം കഷ്ടപ്പെട്ടതാണ് കമ്പാരിസൺ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒന്നും ആയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല. കാരണം നെഗറ്റീവ് എനർജിയിലാണ് കംപ്ലീറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് മാറണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് കമ്പയർ ചെയ്യൂ. ഒരു 2 വർഷം മുന്നേ അല്ലെങ്കിൽ 10 വർഷം മുന്നത്തെ നിങ്ങളുടെ ജീവിതം ഇപ്പോഴത്തെ ജീവിതം എന്താണ് വ്യത്യാസം? ഇതൊക്കെയാണ് കമ്പയർ ചെയ്യണത്. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക എത്രത്തോളം ഉയർച്ച നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, സാമ്പത്തിക സ്ഥിതിയിൽ എത്രത്തോളം ഉയർച്ച വന്നിട്ടുണ്ട്. പ്രൊവൈഡഡ് നിങ്ങൾ അതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. വെറുതെ ഇരുന്നുകൊണ്ട് പുരോഗതി ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ ഉണ്ടാവുക മുന്നോട്ട് പോകുമ്പോൾ, അല്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ടെൻഡൻസി മാറ്റുക. മറ്റുള്ളവരായിട്ട് ജീവിതം കമ്പയർ ചെയ്യുന്നതും അതുപോലെ നിങ്ങൾക്ക് ഇതുവരെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ചിന്തയും അതൊക്കെ മാറ്റുക. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ആ ഒരു സാമ്പത്തിക ഭദ്രത ലഭിക്കണം. അത് നിങ്ങളിലൂടെ അത് എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. കുടുംബത്തിന് കൂടുതൽ ഒരു സുരക്ഷിതത്വം, പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ നേടിയെടുക്കണം എന്നറിയാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങളത് വല്ലാതെ അപ്പൊ അതിനെക്കുറിച്ച് ആൻഷ്യസ് ആവാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, അങ്ങനെ ഒരു വല്ലാതെ ടെൻഷനിലേക്ക് പോകുന്നു. അത് എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ആക്ഷൻസ് ആണ് എടുക്കേണ്ടത്, ഈ ഒരു സമയത്ത് എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായ ധാരണ, ഒരു ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കണം. ഓക്കെ, പക്ഷെ ഇപ്പൊ നിങ്ങൾ വളരെ ടെൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അവസരം മുന്നിലുണ്ടെങ്കിൽ പോലും അത് തിരിച്ചറിയാനും സാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ആകെ സ്റ്റക്കായി പോകും.
അപ്പൊ ആ ഒരു ടെൻഡൻസി അഗെയിൻ മാറ്റുക. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ആ ഒരു ഓവർ തിങ്കിങ്, എങ്ങനെ കിട്ടുമെന്ന് ഇങ്ങനെ ഒരു ഭയത്തോടെ ഒരു സംശയത്തോടെ ചിന്തിക്കുന്നത് നിർത്തുക. ഓക്കെ, ഇതാണ് ഇന്റൻഷൻ. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കാൻ നോക്കുക. ഈ ഒരു സാമ്പത്തിക ഭദ്രത കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിൽ ഫോക്കസ് ചെയ്യുക, അത് ചെയ്യുക. അത് ചെയ്തുകൊണ്ടിരിക്കലേ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന അവസരങ്ങൾ യൂണിവേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ആ അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രതയും ആ ഒരു എന്താ പറയണ്ടേ ജീവിതത്തിനൊരു സുരക്ഷിതത്വവും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കും. പക്ഷെ അതിന് നിങ്ങൾ ആദ്യം ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ മാറ്റി നിർത്തുക. നിങ്ങളുടെ റിയാലിറ്റി കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. റെസിസ്റ്റ് ചെയ്യാതെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ പുരോഗതി കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, വെറുതെ ആലോചിച്ചിരുന്നോണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ ഈ ഒരുപാട് നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് ഒരു ഓവർ തിങ്കിങ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വളരെ സ്ട്രെസ്ഫുൾ ആണെന്ന് കാണുന്നു. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ ലൈഫൊക്കെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരേ ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ പോലും എല്ലാവരുടെയും ലൈഫ് ഒരുപോലെ ഡെവലപ്പ് ആവില്ല. പലരുടെയും ജേർണി വ്യത്യസ്തമാണ്. ഓക്കെ, വളർന്നു വന്ന സാഹചര്യങ്ങൾ, പിന്നെ അവരെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് കമ്പയർ ചെയ്ത് എനിക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും വരുത്താതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു സെൽഫ് പ്രയോറിറ്റൈസേഷൻ കിട്ടൂല. നിങ്ങളെ തന്നെ ഒരുപാട് നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രവണതയും മാറ്റണം. ഓക്കെ, നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സമയം കണ്ടെത്തണം. നിങ്ങൾ ഒരു സ്വസ്ഥമായിരിക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, എന്നിരുന്നാൽ മാത്രമേ മുന്നോട്ടുള്ള വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കിട്ടുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കാനും അതിനെ തിരിച്ചറിയാനും അത് ഉപയോഗിക്കാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾ എന്തൊക്കെ എനർജീസ് ആണ് റിലീസ് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളിൽ വരുത്തേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ എനർജീസ് ആണ് അവർ ഈ ഒരു ഫുൾ മൂൺ ലിബ്രയിൽ റിലീസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളോട് റിലേഷൻഷിപ്പിന്റെ ആസ്പെക്ട് ആണ് പറയുന്നത്, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പിന്റെ ആസ്പെക്ട് ആണ് പറയുന്നത്. നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ നിങ്ങളുടെ ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ലോങ് ടേം പാർട്ട്ണർ ഉണ്ടല്ലോ, ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ട് ആ ഒരു കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ഒരുപാട് ഭയം നിങ്ങൾക്കുണ്ട്. അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊരു സബ് കോൺഷ്യസ്ലി നിങ്ങൾക്കൊരു വിശ്വാസം അങ്ങനെയുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാവും, ചാലഞ്ചസ് ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ വെറുതെ ഒരു തമാശയ്ക്ക് പോലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഇത് എനിക്ക് ലൈഫിൽ ഉണ്ടായാലോ അങ്ങനെ ഒരു ചിന്തിക്കല്, കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് വന്നാൽ എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെ പറയുന്നു, നിങ്ങൾ എന്താ പറയുക അതിൻ്റെ ആ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ആ ഒരു ടെൻഡൻസി പാടില്ല, അത് നിങ്ങൾ റിലീസ് ചെയ്യണം. നിങ്ങളൊരു സ്റ്റേബിൾ സെക്യൂർ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എപ്പോഴും ശരിയാണ്, സന്തോഷം ചിരിയും കളിയായിരിക്കില്ല, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ അത് ഹെൽത്തി ആയിരിക്കണം. ഓക്കെ, പക്ഷെ നിങ്ങളിപ്പോൾ ഈ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നത് അത് വളരെ ടോക്സിക് ആണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും റിലീസ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ റിലീസ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ഒരു കണക്ഷനാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. ആ വ്യക്തി നല്ലതായിരിക്കും, നിങ്ങളും കംപ്ലീറ്റ്ലി അല്ലാണ്ടായിരിക്കും, ഒക്കെ ആയിരിക്കും, പക്ഷെ ആ റിലേഷൻഷിപ്പിൽ ആ ടോക്സിസിറ്റി ഉണ്ടാവും. കാരണം നിങ്ങൾ അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെറുതെ പോലും
ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിനാരിയോസും നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഇടയിൽ നടക്കുന്നതായിട്ട് വല്ല സിനിമയിൽ കണ്ടതോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും എക്സ്പീരിയൻസ് കേട്ടതോ അതൊന്നും നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നതായിട്ട് സങ്കല്പിക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഡൻസി നിങ്ങളിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് മാറ്റണം. അതാണ് ആദ്യം നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യം. പിന്നെ നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ ക്ഷമയോടെ മുന്നോട്ട് പോകാനാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വേണം. പിന്നെ ജീവിതത്തിൽ ഒരു റുട്ടീൻ വേണം. ഒരു റുട്ടീൻ ഇല്ല എന്ന് കാണുന്നു നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ലൈഫ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കുക. പിന്നെ മാത്രമല്ല, എപ്പോഴും ഒരു മനസ്സമാധാനം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾ ഒരു ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു പീസ്ഫുൾ സ്റ്റേറ്റ് നിങ്ങളുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ കൂടുതൽ ക്ഷമയോടെയും നിങ്ങൾ കൂടുതൽ ഒരു സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുക. ഓരോ കാര്യത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളൊരു ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ക്ലാരിറ്റിയും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജസ്, ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനും അത് ഗൈഡൻസസ് ഒക്കെ ഫോളോ ചെയ്യാനും സാധിക്കാം. ഓക്കെ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഓർഗനൈസ്ഡ് ആണോ, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായിരിക്കുന്നു, അത്രയും ക്ലാരിറ്റിയോട് കൂടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു കാര്യം, പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ആ ഒരു ആസ്പെക്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും മൂവിങ് ഓൺ നിങ്ങൾ എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് വേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓഫ് കോഴ്സ്, ആ മാനിഫെസ്റ്റേഷനിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് കൂടുതൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. നിങ്ങളും ഒരു മനസ്സമാധാനം, ഒരു പീസ്ഫുൾ എനർജിയിലായിരിക്കണം. പിന്നെ നിങ്ങളോട് ക്ഷമ കാണിക്കാനും പറയുന്നുണ്ട്. Clarify the Six of Wands. Clarify the Eight of Wands. Clarify the High Priestess. ഓക്കെ, അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അതിനെക്കുറിച്ച് അറിയാം എന്ന് കാണുന്നു. നിങ്ങൾ ആ ഒരു സംശയിക്കാതിരിക്കുക. നിങ്ങൾക്ക് അതിനൊരു സംശയം ഉണ്ടോ, നടക്കുമോ, അത് തോന്നണതാവും, അങ്ങനെയൊക്കെ വലിയ മാറ്റമൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തമാണ്. ഓക്കെ, അത് നാച്ചുറലി സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കണം. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഒരു ഇൻറ്റ്യൂഷനെ വിശ്വസിക്കൂ. ഓക്കെ, തെളിവുകൾ നോക്കാതിരിക്കുക. എവിടെ കാണാനില്ലല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കണില്ലല്ലോ, അങ്ങനെ നിങ്ങൾ എന്താ പറയാ, ടൂ മച്ച് പ്രാക്ടിക്കൽ ആവാതിരിക്കുക. ഓക്കെ, സ്പിരിച്വാലിറ്റിയിൽ കുറച്ചൊക്കെ ഒരു മിറാക്കിൾസിനും സ്ഥാനമുണ്ട്. അപ്പോൾ അത് അറിയണമെങ്കിൽ നിങ്ങൾ വളരെ പ്രാക്ടിക്കാലിറ്റിയിൽ അല്ലെങ്കിൽ വളരെ ലോജിക്കായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മിസ്സാവും. ആ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് നിങ്ങൾ മിസ്സാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതുപോലത്തെ ആ ഒരു വിശ്വാസത്തിനെ അല്ലെങ്കിൽ ആ ഒരു തോന്നലിനെ ശക്തിപ്പെടുത്തുന്ന, കൺഫേം ചെയ്യുന്ന മെസ്സേജസ് നിങ്ങൾക്ക് ഇങ്ങനെ റാൻഡംലി നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായൊരു മാറ്റം വരുന്നുണ്ട്, വളരെ വലിയൊരു സക്സസ് വരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഇല്ലേ? അത് വിശ്വസിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ആ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. അപ്പോൾ ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ ഒരു സംഭവം, ഈ ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നേട്ടം, ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ അത് സംഭവിക്കുന്ന ഒരു വിശ്വാസം നിങ്ങളുടെ ഭാഗത്ത് വേണം. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ഗിഫ്റ്റ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് എബിലിറ്റിനെ നിങ്ങൾ അക്നോളജ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും എല്ലാത്തിനും ആ മൊമെന്റിൽ തന്നെ ഒരു തെളിവ് വേണം എന്നുള്ള ഒരു പിടിവാശി നിങ്ങൾക്കുള്ള ആളുകളാണെങ്കിൽ ആ ഒരു ടെൻഡൻസി നിങ്ങൾ മാറ്റണം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണം. നിങ്ങൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സിൽ നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ആ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുരോഗതി ഉണ്ടാകാൻ പോകുന്നു എന്ന് സംബന്ധിച്ച് മെസ്സേജസ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു മെസ്സേജ് കിട്ടുകയാണ്, ഡൗൺലോഡ് കിട്ടുകയാണെങ്കിൽ അതിനെ വിശ്വസിക്കാനും നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, തെളിവുകളൊന്നും ഇല്ലാതെ തന്നെ അതിനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് തയ്യാറാകാൻ പറ്റണം. അപ്പോഴാണ് നിങ്ങൾ യൂണിവേഴ്സിനെ അക്നോളജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട മൂന്നാമത്തെ ഒരു കാര്യം.
അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. നിങ്ങൾ തമ്മിലെഴുതിയ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ഫുൾ മൂൺ ഇൻ ലിബ്രയിൽ നിങ്ങൾ എന്ത് എനർജിയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്ത പോലെ തന്നെ സംഭവിക്കണം. അങ്ങനത്തെ ഒരു ഷാഠ്യം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അത് അങ്ങനെയല്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആകുന്നു, ആൻഷ്യസ് ആകുന്നു. ഓക്കെ, ഒരു സമാധാനത്തോടെ മാറ്റങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെൻഡൻസി മാറ്റുക. മാറ്റങ്ങളെ വരുന്ന രീതിയിൽ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുക. പക്ഷെ ഓരോ മാറ്റങ്ങളും നമുക്ക് ഗുണകരമായിരിക്കും. അത് ആ മൊമെന്റിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിലും പിന്നീട് നമ്മൾ അത് തിരിച്ചറിയുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു സെൽഫ് കെയറിന് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട പല മൊമെന്റുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ലൈഫ്, നിങ്ങളുടെ ഒരു മനസ്സമാധാനത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നിങ്ങളുടെ സന്തോഷത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. മാക്സിമം ക്ലാരിറ്റിയോടെ ആയിരിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പക്ഷെ നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല. നിങ്ങൾ ഒരു റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കാൻ നിങ്ങൾ മുതിരുന്നില്ല. നിങ്ങളിങ്ങനെ എപ്പോഴും ഒരു എന്താ പറയണ്ടേ, അലേർട്ടായിരിക്കുന്ന ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എല്ലാം മാറ്റം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് മാറ്റം സംഭവിക്കുന്നില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിട്ടേൺ ലഭിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ബിസിനസ്, എന്തെങ്കിലും ഒരു വെഞ്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഹസിൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടെൻഷനാണ്. ഓക്കെ, അതായത് എല്ലാവരുടെയും ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ആ കൺട്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി നിങ്ങൾ റിലീസ് ചെയ്യണം. ഓക്കെ, ഏതൊരു കാര്യത്തിലും. നിങ്ങളോട് അതേസമയം വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വേണം. അതായത് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു അത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും, അത് പ്രതീക്ഷിക്കുന്നതാണെങ്കിലും അപ്രതീക്ഷിതമാണെങ്കിലും അതിനെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും, അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. ഓക്കെ, ആ ഒരു ധൈര്യം നിങ്ങൾക്ക് വേണം. അതാണ് നിങ്ങളിൽ ഇപ്പോൾ കാണാത്തത്. അത് നിങ്ങൾക്ക് ഇല്ലാണ്ടല്ല, പക്ഷെ നിങ്ങൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് നടക്കാതെ വരുമ്പോൾ നിങ്ങൾ ടെൻസ്ഡ് ആവുന്നു, നിങ്ങൾ സ്ട്രെസ്ഡ് ആകുന്നു, ആ ഒരു എനർജിയാണ്. ഓക്കെ, അത് വളരെ ലോ വൈബ്രേഷൻ ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ അക്നോളജ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്, നിങ്ങളുടെ ആ ഒരു പവറിനെ നിങ്ങൾക്ക് അക്നോളജ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, മറ്റുള്ളവർ പല രീതിയിലും നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്ക് ഡെഫിനിഷൻ തരുന്നതാണ്. നീ ഇങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിന്റെ രീതി ഇങ്ങനെയാണ് എന്നൊക്കെ. അത് അവരുടെ ഡെഫിനിഷനാണ്. ഓക്കെ, അതല്ല യാഥാർത്ഥ്യം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു നറേഷൻ ഉണ്ടായിരിക്കണം. അതാണ് യാഥാർത്ഥ്യമായിരിക്കേണ്ടത്. അത് നിങ്ങളുടെ ശരിയായ കഴിവുകളൊക്കെ അക്നോളജ് ചെയ്തുകൊണ്ടായിരിക്കണം. മറ്റുള്ളവർ പറഞ്ഞതിന്റെ ബേസിലായിരിക്കരുത്. അതെപ്പോഴും ഓർക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം കേൾക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു മെസ്സേജ് ഉള്ളത്. ശരിയാണ്, നിങ്ങൾ ആ ഒരു സിംഗിൾ ലൈഫാണ്, ചിലപ്പോൾ നിങ്ങളൊരു പാർട്ട്ണറിനെ ആഗ്രഹിക്കുന്നുണ്ടോ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെയധികം ആ ഒരു
പാർട്ട്ണർഷിപ്പിനെ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന ആ ഒരു സ്വസ്ഥത, ഒരു സമാധാനം, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ വളരെ എൻജോയ് ചെയ്യാണ് സിംഗിൾ ആയിരിക്കെ. അപ്പൊ അത് അങ്ങനെ തന്നെ ഉണ്ടാവോ, പ്രശ്നങ്ങൾ ഉണ്ടാവോ, വേറൊരാൾ വരുമ്പോൾ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ചിന്തകളിൽ നിന്നാണ് നിങ്ങൾ ആ ഒരു കണക്ഷൻ വേണ്ട എന്ന് നിങ്ങൾക്ക് സബ് കോൺഷ്യസ്ലി തോന്നുന്നത്. അപ്പൊ നിങ്ങൾ സബ് കോൺഷ്യസ്ലി അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നത് ഒരു ടവർ മൊമെന്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. അപ്പൊ നിങ്ങളോട് പ്രത്യേകം പറയുന്നു, സ്വസ്ഥമായിട്ടിരിക്കൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ ഉണ്ടാകണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ലൈഫും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എക്സൈറ്റിംഗ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതൊരിക്കലും നിങ്ങൾക്കൊരു ഫോഴ്സ്ഫുള്ളി ആയിരിക്കില്ല, നിങ്ങൾ ആരെങ്കിലും ഫോഴ്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല. നിങ്ങൾ അതിൽ ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് അത് നാച്ചുറലി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ടും അത് സാധിക്കും. അത് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ പറ്റുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ കടന്നു വരുള്ളൂ. അപ്പോൾ ആ ഒരു സോളിറ്റ്യൂഡിൽ അത്രയും നിങ്ങൾ ലൈഫ് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു കംഫർട്ടബിൾ ലെവൽ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു പാർട്ട്ണർ വരുന്നതിന് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളൊന്ന് സൂക്ഷിക്കാം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫേറ്റഡ് യൂണിയൻ ഉള്ളതാണ്. സിംഗിൾസിനോട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫേറ്റഡ് യൂണിയൻ ഉള്ളതാണ്, നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉള്ളതാണ്. അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു റിന്യൂവൽ എനർജിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഒരു പുതിയ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടെ അത് അതിന് മുന്നേ എന്തായാലും ഒരു ടവർ മൊമെന്റിലൂടെ നിങ്ങൾ കടന്നു പോകും. ഓക്കെ, കാര്യമായിട്ടൊരു ടവർ മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മാറ്റം, ആ ഒരു ഹ്യൂജ് ചേഞ്ച്, അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം, അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഓക്കെ, ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല നിങ്ങളുടെ വ്യക്തിയെ കാണുന്നതും ആ ഒരു യൂണിയൻ ഉണ്ടാകുന്നതും ഒന്നും. ഇത് നിങ്ങളുടെ ഒരു വൈൽഡസ്റ്റ് ഇമാജിനേഷനിൽ പോലും ചിന്തിക്കുന്ന രീതിയിലല്ല എന്നും കൂടെ കിട്ടുന്നത്. അതാണ് ആ ഒരു ടവർ മൊമെന്റ് എനർജിയോടെ വരുന്നത്. ഇനി സിംഗിൾസ് അല്ലാത്തവരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു റീഡയറക്ഷനിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറുകയാണ്. പക്ഷെ നിങ്ങളുടെ നല്ലതിനാണ് മാറുന്നത്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നുള്ള നിങ്ങളുടെ നിയന്ത്രണത്തിന് വിധേയമായ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. കാര്യമായി നിങ്ങളുടെ ജീവിതത്തിനെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കട്ടെ, അതിന് റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോഴേ ആ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ റെസിസ്റ്റൻസ് വിടുക. നിങ്ങൾ യൂണിവേഴ്സിലെ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അത് സംഭവിക്കട്ടെ, അത് നിങ്ങളുടെ നല്ലതിനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം യൂണിവേഴ്സ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കില്ല, ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കില്ല, ഒരു മാറ്റവും നിങ്ങൾക്ക് മോശമുള്ളതായിരിക്കില്ല. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല എന്ന് മാത്രം. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ അതാണ് നമുക്ക് നല്ലത് എന്ന് വെച്ചിട്ടാണ്. പക്ഷെ യൂണിവേഴ്സിന് നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനമൊക്കെ കാണാം, ഒക്കെ അറിയാം. അപ്പൊ യൂണിവേഴ്സിന് അറിയാം ഏതാണ് നമുക്ക് നല്ലത്, ഏത് രീതിയിലാണ് ആ മാറ്റം കൊണ്ടുവന്നാൽ നമുക്കത് ഭാവിയിലേക്ക് നല്ലതായിരിക്കാന്ന്. അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സിന്റെ പ്ലാനിനെ എപ്പോഴും വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, clarify the Eight of Wands. Clarify the Wheel of Fortune. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ എന്താ പറയാ, നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല. നിങ്ങൾക്കറിയാം അവിടെ ഒരു എലമെന്റ് ഓഫ് സർപ്രൈസ് ഉണ്ട് അവിടെ. ഓക്കെ, എന്നറിയാം. അപ്പൊ നിങ്ങൾ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഏതൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ സിംഗിൾസ് അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം, ഓക്കെ, ഈ ഒരു റീഡയറക്ഷൻ അത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അതിലൂടെ ഒരു സ്പിരിച്വൽ അവേക്കണിങ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. കാര്യമായ ഒരു എന്താ പറയാ, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ജീവിതത്തെ കുറിച്ച് കിട്ടുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ അതെങ്ങനെ കണക്റ്റഡ് ആണ്, ഈ ഒരു റീഡയറക്ഷനിലേക്ക് അതെങ്ങനെ നിങ്ങൾ എത്തിച്ചു, എന്താണ് ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റിയും കൂടെ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടുന്ന് ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാര്യമായ പ്രോഗ്രസ്, പെട്ടെന്നുള്ള ചേഞ്ചസ്. ഓക്കെ, ഓരോ മേഖലയിലും പെട്ടെന്ന് മാറ്റങ്ങൾ വരിക, ഒരു ഉയർച്ചയാണ്, പ്രോഗ്രസ് ആണ് കാണുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം കൊണ്ടുവരുന്ന രീതിയിലാണ്. അതിൽ ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുണ്ട്.
പക്ഷെ ഇത് ലോങ് ടേമിലേക്കുള്ളതാണ്. ഓക്കെ, ഒരു കാര്യവും കുറച്ച് നാളത്തേക്ക് വന്നിട്ട് പോകാനുള്ളതല്ല. ഈ ഒരു റീഡയറക്ഷനിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ അധ്യായങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനീളത്തിലേക്കുള്ളതാണ്, എക്കാലത്തേക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ഓക്കെ, ഡിവൈൻ ടൈമിങ്ങിലാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വളരെ സർപ്രൈസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഗതി മാറുന്നതും നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ വളരെയധികം സർപ്രൈസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മേഖലയിലേക്കാണ് എത്തിപ്പെടുക, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം മാറി മറിയുക. പക്ഷെ നിങ്ങൾക്ക് നല്ലതിനാണത്, നിങ്ങൾക്ക് ഒരുപാട് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടാകുക. ഓക്കെ, അത് ലോങ് ടേമിലേക്കുള്ള മാറ്റം കൂടിയാണെന്ന് മനസ്സിലാക്കുക. അത് യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം. ആ മാറ്റത്തിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. യാതൊരു കാരണവശാലും ഇതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടുന്ന ഈ ഒരു റീഡയറക്ഷനെ സംബന്ധിച്ച് യൂണിവേഴ്സ് പല സമയത്തായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ്സ് തരുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജസ് തരുന്നതാണ്. ആ ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടുന്ന മെസ്സേജസിനെയും ഡൗൺലോഡ്സിനെയും വിശ്വസിക്കണം. ഓക്കെ, സംശയിക്കാതിരിക്കുക. വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾ അതിനോട് അലൈൻഡ് ആകുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ റീഡയറക്ഷനൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നതും നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല മാറ്റങ്ങൾ വരുന്നതും. ഓക്കെ, അപ്പൊ അതിനെ നിങ്ങൾ അക്നോളജ് ചെയ്യുക, യൂണിവേഴ്സിൽ സമ്പൂർണ്ണം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ആ ഒരു കൺട്രോളിങ് ടെൻഡൻസി നിങ്ങളിൽ നിന്ന് മാറ്റുക. അതുപോലെ തന്നെ അനാവശ്യമായ സംശയങ്ങളും അനാവശ്യമായ ചിന്തകളും ആ ഒരു ടെൻഡൻസിയും നമുക്ക് വേണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക്